എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യമാണ് നാം ചിന്തിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. എന്നെ ദൈവം നിയോഗം മാത്രം തരികയല്ല, വാഗ്ദത്തം മാത്രം തരികയല്ല. ദൈവം പറയാ, ഞാൻ നിന്നെ അയക്കുമ്പോൾ, ഞാൻ നിനക്ക് വാഗ്ദത്തം നൽകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. യോശുവയോട് പറഞ്ഞതുപോലെ, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. രണ്ടാമത്തെ ചിന്ത, ദൈവം അയച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? ആത്യന്തികമായ ഉദ്ദേശം എന്താണ്? വ്യക്തിപരമായ ലാഭങ്ങൾക്ക് വേണ്ടിയല്ല ദൈവം നമ്മെ അയക്കുന്നത്. ദൈവം അയക്കുന്നതിൻ്റെ ഉദ്ദേശം, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുക. ദൈവം അയച്ചതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തിന് പ്രസാദമുള്ളത് മാസത്തിലൊരിക്കലല്ല, വർഷത്തിലൊരിക്കലല്ല, എല്ലായ്പ്പോഴും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുക. അതിന് നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ എന്ന് നാം സ്വയം വിലയിരുത്തണം. ദൈവം അയച്ചതിൻ്റെ ആത്യന്തിക ലക്ഷ്യം, ദൈവം നിനക്ക് തന്ന ജോലി, ദൈവം നിനക്ക് തന്ന ശുശ്രൂഷ, ദൈവം നമുക്ക് നൽകിയ വിദ്യാഭ്യാസം, ദൈവം നിനക്ക് തന്ന കഴിവ്, എല്ലാം ദൈവം അയച്ചത് കൊണ്ട്, ദൈവം നിന്നോട് കൂടെ ഇരുന്നത് കൊണ്ടാണ് ഇതെല്ലാം ലഭിച്ചത്. പക്ഷേ ഒറ്റ കണ്ടീഷൻ, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുക. എങ്കിൽ അടുത്ത ചിന്ത, അവൻ നിന്നെ ഏകനായി വിടത്തില്ല. ഏത് കൂരിലിന്റെ താഴ്വരയുടെ നടുവിലും അവൻ നിന്നെ ഏകനായി വിടത്തില്ല. കൂടെ ഇരിക്കും. കർത്താവേ, അയച്ചവൻ കൂടെയുള്ളപ്പോൾ ഒന്നിനെയും ഭയപ്പെടാതെ മുമ്പോട്ട് പോകാൻ കൃപ നൽകണം. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. യേശുക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലെസ്.